കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അത്യുന്നതനായ സർവശക്തനായ സർവവ്യാപിയായ നമ്മുടെ കർത്താവിൻ്റെ വചനം സകല മനുഷ്യരിലും എത്തിക്കുവാൻ പവർ വിഷനെ സ്വർഗം ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലെ വചന ധ്യാനത്തിനായി നിങ്ങളുടെ ശ്രദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ തിരിക്കുകയാണ്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പുരുഷാരത്തെ കണ്ട് മലമുകളിൽ കയറി തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. ഈ ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത് 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ്. 8-ന്റെ 1 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ കർത്താവ് മലമുകളിലെ പ്രസംഗം അവസാനിപ്പിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന രംഗം നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ പ്രസംഗമാണ്, ഒരു ലോങ് സെർമനാണ് 5, 6, 7, 8 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ അതിപ്രധാനമായ ചില വിഷയങ്ങൾ നമ്മുടെ കർത്താവ് നമുക്ക് ഉപദേശിച്ചു തരികയാണ്. എങ്ങനെയാണ് നമ്മൾ ഭിക്ഷ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഉപവസിക്കേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഈ ആത്മീക സത്യങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ കുടലൂതിക്കരുത്, ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത് എന്നാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ രഹസ്യത്തിലായിരിക്കണം എന്നാണ് നമ്മുടെ കർത്താവ് നമുക്ക് ഉപദേശിച്ച് തന്നത്. രഹസ്യത്തിൽ നമ്മൾ ചെയ്താൽ നിശ്ചയമായിട്ടും അത് കാണുന്ന സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രതിഫലം തരും എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. 6-ാം അധ്യായത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നിന്നെ കാണുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്നാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് ഉപദേശിച്ച് തന്നത്. ഞാൻ 35 വർഷമായി സഭയുടെ ശുശ്രൂഷകനാണ്. എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. പല ദൈവമക്കൾക്കും പബ്ലിക് പ്രയർ ഉണ്ട്. ചിലർ പെട്ടെന്ന് ചാടി സഭായോഗത്തിന് പ്രാർത്ഥിക്കും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കും. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കൂടുതൽ ദൈവമക്കൾക്കും പബ്ലിക് പ്രയർ ഉണ്ട്, എന്നാൽ ഒരു രഹസ്യ പ്രാർത്ഥനയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഈ യാഥാർത്ഥ്യം, ആത്മീക സത്യം തിരിച്ചറിയണം. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ താങ്ങി നിർത്തുന്നത്, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ പബ്ലിക് പ്രയർ അല്ല, നമ്മുടെ രഹസ്യ പ്രാർത്ഥനയാണ്. ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പേഴ്സണൽ പ്രയർ ഇല്ല എങ്കിൽ, ഒരു സീക്രട്ട് പ്രയർ ഇല്ല എങ്കിൽ, ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു വലിയ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ ദൂതിൻ്റെ ടൈറ്റിൽ വാതിലടച്ച് പ്രാർത്ഥനയ്ക്കായി അറയിൽ കയറുക എന്നുള്ളതാണ് എൻ്റെ ദൂതിൻ്റെ ടൈറ്റിൽ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ദൂത് നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ
നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കൂടി ഞാൻ കടന്നുപോയി. ഞങ്ങൾ കുടുംബമായി ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കൂടി കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യം പ്രാരംഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാം. ആ വിഷയവുമായി 21 പകലും രാത്രിയിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ വിഷയത്തിന് സ്വർഗം അത്ഭുത മറുപടി അയച്ച് ഞങ്ങളെ ആദരിച്ചു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് 4 മക്കളെ ദാനമായി തന്നു. 3 ആൺകുഞ്ഞുങ്ങളെ ദാനമായി തന്നു. 3 ആൺകുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം ദാനമായി തന്നപ്പോൾ എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു പെൺകുഞ്ഞിനെ വേണം. ഈ പെൺകുഞ്ഞുങ്ങളെ പേരൻസിനോടുള്ള സ്നേഹവും കളിയും ചിരിയും ഒക്കെ കണ്ടപ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു പെൺകുഞ്ഞിനെ അങ്ങ് ദാനമായി തരണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യം രഹസ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ വെള്ളിയാഴ്ച സഭകളിൽ നടക്കുന്ന ഉപവാസത്തിലൊക്കെ എൻ്റെ ആഗ്രഹം ദൈവമക്കളുമായിട്ട് ഞാൻ പങ്കുവെച്ചു. പ്രൈസ് ദി ലോർഡ്. സംഭവിച്ചത് കേൾക്കണമോ? ഒരു ദിവസം ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് ദി ലോർഡ് സഭാ ഹാളിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ എൻ്റെ വൈഫിന്റെ കൈക്ക് പിടിച്ച് സഭയിൽ നന്നായി ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സഹോദരി. ആ സഹോദരിക്ക് സ്വന്തം പേരെഴുതാൻ അറിയത്തില്ല, ഒപ്പിടാൻ അറിയത്തില്ല, ഒരു സൈൻ ബോർഡ് വായിക്കാൻ അറിയത്തില്ല. ആ സഹോദരി എൻ്റെ വൈഫിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയാണ്, അമ്മാമേ, അമ്മാമ തോളത്ത് ഒരു പെൺകുഞ്ഞിനെ ഇട്ട് താരാട്ട് പാടുന്നത് ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. അപ്പോൾ കുറെ പേര് കൂടി നിന്നപ്പോഴാണ് ഈ സഹോദരി കണ്ട വെളിപ്പാട് ഞങ്ങളോട് പറഞ്ഞത്. ആ സഹോദരി ഉറപ്പിച്ച് പറയുക, ദൈവം എന്നെ കാണിച്ചതാ, പരിശുദ്ധാത്മാവെന്നെ കാണിച്ചതാ അമ്മാമേ. അമ്മാമ ഒരു പെൺകുഞ്ഞിനെ തോളത്തിട്ട് താരാട്ട് പാടുന്ന ഒരു വെളിപ്പാട് ദൈവം എന്നെ കാണിച്ചു. കേട്ട് നിന്ന പലരും ചിരിച്ചു തള്ളി. പക്ഷെ ഞങ്ങൾ അത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തു. വിശ്വാസത്തോട് പറഞ്ഞ്, കർത്താവേ, അങ്ങ് ആ സഹോദരിക്ക് കൊടുത്ത വെളിപ്പാടാണ്, ദർശനമാണ്, കാഴ്ചപ്പാടാണ്. ഞങ്ങൾ വിശ്വാസത്തോട് അതരം തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്നതിനായി സ്തോത്രം. എൻ്റെ ഭാര്യ ബീന 4ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. നിങ്ങൾക്ക് കേൾക്കണമോ? 3.5 മാസമുള്ളപ്പോൾ ആമേൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായി, ചെക്കപ്പിനായി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ എൻ്റെ വൈഫിനെ ഒരു സ്കാനിങ്ങിന് വിധേയയാക്കി. പ്രൈസ് ദി ലോർഡ്. സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടർ കണ്ടിട്ട് ആ റൂമിൽ നിന്നും എൻ്റെ വൈഫിനെ പുറത്തിറക്കിയിട്ട് ആ ഗൈനക്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ ഭാര്യ കേൾക്കണ്ട, നിങ്ങളുടെ ഭാര്യയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് അംഗവൈകല്യമുണ്ട്. ആ ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാ? മെഡിക്കൽ സയൻസിന്റെ ബെസ്റ്റ് അഡ്വൈസ്, ഈ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുക. ഗൈനക്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആ ഡോക്ടറുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, നോ, ജീവനെ കൊല്ലാൻ എനിക്ക് അനുവാദമില്ല. ജീവന്റെ ഉടയവൻ ദൈവമാണ്. 5 ഡോക്ടർമാരെ ഞാൻ കൺസൾട്ട് ചെയ്തു. വീണ്ടും വീണ്ടും എൻ്റെ വൈഫിനെ സ്കാനിങ്ങിന് വിധേയയാക്കി. അന്നേരമെല്ലാം സ്കാനിങ് റിപ്പോർട്ട് കണ്ട ഡോക്ടർമാർ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുക, ഉദരത്തിൽ വെച്ച് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുക. ആ ഡോക്ടർമാരോടെല്ലാം ഞാൻ പറഞ്ഞു, നോ, ജീവനെ കൊല്ലാൻ എനിക്ക് അനുവാദമില്ല. ജീവന്റെ ഉടയവൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു റാണി ഹോസ്പിറ്റലുണ്ട്. അവിടെ വൃദ്ധയായ ഒരു ഡോക്ടറുണ്ട്. ഗൈനക്കിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണ്. ഇപ്പോൾ ആശുപത്രി ഉണ്ടോ, ആ ഡോക്ടർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്രിയരെ, ഞാൻ ആ കാഞ്ഞിരപ്പള്ളിയിൽ ആ അമ്മച്ചിയുടെ അടുക്കൽ എൻ്റെ വൈഫിനെ കൊണ്ടുപോയി സ്കാനിങ് റിപ്പോർട്ട് മുമ്പിൽ വെച്ചു. അന്നേരം ആ ഡോക്ടർ പറഞ്ഞു, പാസ്റ്ററെ, ഈ 2 സ്കാനിങ് റിപ്പോർട്ടും പ്രകാരവും നിങ്ങളുടെ വൈഫിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. മെഡിക്കൽ സയൻസിന്റെ അഡ്വൈസ് ഇതിനെ നശിപ്പിക്കാനാണെങ്കിൽ ആ വൃദ്ധയായ മാതാവ്, ഗൈനക്കിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആ ഡോക്ടർ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാസ്റ്റർ ലാലി ഫിലിപ്പ്, നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനല്ലേ? നിങ്ങൾ വിശ്വാസം പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനല്ലേ? നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമല്ലേ? അതൊരു ചലഞ്ച് പോലെ ഏറ്റെടുത്തു. 21 പകലും രാത്രിയിലും ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ വിഷയവുമായി ഞങ്ങൾ റൂമിനകത്ത് കയറി, അറയിൽ കയറി, വാതിലടച്ചു, സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ഡോക്ടർമാരുടെ ആമേൻ പ്രൈസ് ദി ലോർഡ് വാക്കുകൾ ഞങ്ങൾക്കെതിരാണ്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് സർവശക്തനായ ദൈവമാണ്, അങ്ങക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രാർത്ഥിച്ചു 21 പകലും രാത്രിയിലും.
ദൈവസന്നിധിയിൽ കണ്ണീരോടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അറയിൽ കടന്ന് വാതിലടച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കേൾക്കണോ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ദുഷ്ടപിശാച് അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എന്നോട് പറയുക, വേണ്ട നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്, ആ കുഞ്ഞിനെ കണ്ടോ, അതുപോലത്തെ ഒരു കുഞ്ഞാ നിനക്കുണ്ടാകാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഉള്ളത്തിലെ വിശ്വാസം വിളിച്ചു പറഞ്ഞു, നോ, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവവാ. ആമേൻ, അത്ഭുതങ്ങളുടെ ദൈവവാ. ഇന്ന് പകൽ ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ, ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇരുന്നുകൊണ്ട് ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവവാ. പ്രൈസ് ദി ലോർഡ്, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആ ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 21 ദിവസം ഇങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുക. മാറി മാറി കർത്താവിൻ്റെ ദാസന്മാർ വരുന്നു, വചനം പ്രസംഗിക്കുന്നു, ഞങ്ങൾ വചനത്തിൽ ബലപ്പെടുന്നു. അന്നേരം എല്ലാം ദുഷ്ടപിശാച് ആമേ മറുഭാഗത്തു നിന്നുകൊണ്ട് പറയുക, നിനക്ക് പിറക്കാൻ പോകുന്നത് അംഗവൈകല്യമുള്ളൊരു കുഞ്ഞാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഉപവാസത്തിൻ്റെ 19ാമത്തെ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് 3 ദൂത് പറഞ്ഞു. ഒന്നാമത്തെ ദൂത് ഇതാണ്, ലാലിയെ, ഞാൻ നിനക്ക് തരുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കും. 2ാമത്തെ ദൂത്, അവൾക്ക് ദെബോര എന്ന് പേർ വിളിക്കണം. 3ാമത്തെ ദൂത്, അവൾ ഊനമുണ്ടായിരിക്കത്തില്ല. ഈ ദൂതിൽ ഞങ്ങൾ ബലപ്പെട്ടു. പത്തനംതിട്ട, പ്രൈസ് ദി ലോർഡ്, ഇപ്പോൾ ആ ഹോസ്പിറ്റൽ അവിടെ ഇല്ല. പാപ്പച്ചൻ ഡോക്ടർ നടത്തിക്കൊണ്ടിരുന്ന ബെസൈദ ഹോസ്പിറ്റലിൽ എൻ്റെ വൈഫിനെ അഡ്മിറ്റാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഹോസ്പിറ്റലിൽ എൻ്റെ ഭാര്യ ബീന 4ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു തുണിക്കകത്ത് പൊതിഞ്ഞ് അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആമീൻ ഡോക്ടർ, നേഴ്സന്മാര് ആമീൻ ആ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്, ദൈവാത്മാവ് ഓർപ്പിച്ചതുപോലെ, പരിശുദ്ധാത്മാവ് കാണിച്ചതുപോലെ ഊനമില്ലാത്ത ഒരു പെൺകുഞ്ഞ്. ഇപ്പോൾ എൻ്റെ 4ാമത്തെ മൂക്ക് 20 വയസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് പ്രൈസ് ദി ലോർഡ് ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് അറയിൽ കയറാം. പ്രശ്നം എന്തുമാകട്ടെ, പ്രതികൂലം എന്തുമാകട്ടെ, ഏത് വെല്ലുവിളിയാണെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ട് ദൂത് പറയുന്നു. വിഷയങ്ങളുമായി അറയിൽ കയറുക, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും. സുവിശേഷ നിമിത്തം പത്രോസ് ബന്ധനത്തിലായപ്പോൾ സഭ ഒരുമിച്ച് കൂടി പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വർഗം തൻ്റെ ദൂതനെ കാരാഗ്രഹത്തിൽ അയച്ചു. അറയിൽ ഒരു വലിയ വെളിച്ചം ഉദിച്ചു. പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. മൊർദെഖായിയുടെ പ്രാർത്ഥന സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം വലിച്ചു കീറി കൈപ്പോടെ നിലവിളിച്ചു. മറുഭാഗത്ത് ദൈവജനത്തെ നശിപ്പിക്കുവാൻ അണിയറയിൽ ആമേൻ ഹാമാൻ തന്ത്രങ്ങൾ മെനയുകയാണ്. ഇതിൻ്റെ നടുവിൽ പ്രാർത്ഥിച്ചു ഉപവസിക്കുന്ന ഒരെസ്തേറും മൊർദെഖായും. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന ജനത്തോട് ആമേൻ ഒരു മെസ്സേജ് ഞാൻ കൈമാറാം. പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, 99ാമത്തെ പോയിന്റ് വരെ ശത്രുവിനെ പ്രവർത്തിപ്പാൻ ദൈവം അനുവദിക്കും. കഴുകുമരം ഉണ്ടാക്കും, സകല കരുക്കളും നീക്കും. വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവമക്കൾ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്, 99ാമത്തെ പോയിന്റ് വരെ ശത്രുവിനെ പ്രവർത്തിപ്പാൻ ദൈവം അനുവദിക്കും. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ട് ദൂത് പറയുന്നു. 100ാമത് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ വിടുതലിന്റെ സമയമാണെന്ന് പറഞ്ഞാൽ ഈ ദൂത് ഏറ്റെടുത്ത് എത്ര പേർ ഇന്ന് പകൽ ആമീൻ പറയും? ആ കരമുയർത്തി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്താട്ടെ. ഏത് പ്രയാസമാണെങ്കിലും ഏത് പ്രതികൂലമാണെങ്കിലും പ്രാർത്ഥനയ്ക്കായി നമുക്ക് അറയിൽ കയറാം. കേട്ട് പ്രൈസ് ദി ലോർഡ് തഴമ്പിച്ചതാണെങ്കിലും ആവർത്തന വിരസത തോന്നരുതേ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ തോറ്റുപോകത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാല് മടക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ പരാജയപ്പെട്ടു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ ആ പരിവരുത്ത തറയിൽ മുഴങ്കാല് മടക്കി പൗലോസ് പ്രാർത്ഥിക്കുന്നു. ആരോടാ പ്രാർത്ഥിക്കുന്നേ? സ്വർഗത്തിലും ഭൂമിയിലും
സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നു പകൽ പരിശുദ്ധാത്മാ വീണ്ടും ഓർപ്പിക്കുന്നു, അറയിൽ കയറൂ, പ്രാർത്ഥിക്കൂ, മുട്ടുകുത്തൂ. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും, വൻ കാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ നമുക്ക് അറയിൽ കയറാം. രണ്ടാമത്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച മറ്റൊരു ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചാൽ നമുക്ക് കാണുവാനായി സാധിക്കും. പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഏലിശയുടെ മുമ്പിൽ നിലവിളിക്കുകയാണ്. അവൾ നിലവിളിച്ചുകൊണ്ട് പറയുന്നു, ദൈവപുരുഷനെ, എൻ്റെ ഭർത്താവ് ഒരു യഹോവ ഭക്തനായിരുന്നു, പക്ഷേ ശുശ്രൂഷയിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല, കുറെ കടങ്ങൾ മാത്രമേ ഉള്ളൂ. അവൾ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യം, പ്രവാചകനെ, കടക്കാർ എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിങ്ങൾ പേടിക്കുന്നതൊന്നും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല, നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് ദൂത് പറയുക, നിങ്ങൾ പേടിക്കുന്നതൊന്നും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല, നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. കർത്താവ് വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഈ സഹോദരി പറയാണ്, ആമേൻ, കടക്കാര് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകും, എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര ടെൻഷനാണ്. ഏലിശയുടെ അമ്മ ചോദ്യം, പറക, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം, നിന്റെ വീട്ടിൽ എന്തുള്ളൂ? ആ സഹോദരി പറയാണ്, ദൈവപുരുഷനെ, ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. സരാപത്തിലെ വിധവയുടെ വീട്ടില് അല്പ എണ്ണയുമുണ്ട്, അല്പം മാവുമുണ്ട്. പക്ഷേ പ്രവാചക ശിഷ്യന്റെ വീട്ടിൽ മാവില്ല, എണ്ണ മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന ജനത്തെ തൊട്ട് സംസാരിക്കുന്നു. ഇല്ലാത്തതിനെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം തന്ന ഉള്ളതിനെ ഓർത്ത് നീ സ്തോത്രം പറ. ഇല്ലാത്തതിനെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇന്ന് പകൽ ഉള്ളതിനെ ഓർത്ത് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പരാജയത്തിൻ്റെ കാരണം അതാണ്, ഇല്ലാത്തതിനെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കും, നമുക്കതിന് വ്യവസ്ഥയില്ല. ഇന്ന് പകലും ദൈവാത്മാവ് പറയുന്നു, ഇല്ലാത്തതിനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഉള്ളതിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഇന്ന് പകൽ 5 അപ്പവും 2 മീനും ആ ബാലകന്റെ കയ്യിൽ ഇരുന്നിരുന്നെങ്കിൽ അത് 5000ങ്ങൾക്ക് ആഹാരമായി മാറത്തില്ലായിരുന്നു. അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോഴാ അത് 5000ങ്ങൾക്ക് ആഹാരമായി മാറിയത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ജനത്തോട് പറയുന്നു, നിന്റെ വേദനകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന പകല വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവിടെ അനുഭവ സാക്ഷ്യം പറയുക, അവിടെ ഹൃദയം പ്രവാചകന്റെ മുമ്പിൽ പകരുക, വേറെ ഒന്നും എൻ്റെ വീട്ടിലില്ല. പ്രവാചകന്റെ മറുപടി, വെറും പാത്രങ്ങൾ വായ്പ വാങ്ങണം, അയൽവക്കത്തുനിന്ന് നിരത്തി വെക്കണം, നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടയ്ക്കണം. ഒരു പകർച്ച സംഭവിക്കാൻ പോവാ, ഒരു പകർച്ച നടക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് കേൾക്കുന്ന ജനത്തോട്, ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന തലമുറകളെ ഓർത്ത്, പ്രൈസ് ദി ലോർഡ്, കടഭാരത്തിന്റെ നടുവിൽ ഭാരപ്പെടുന്ന ദൈവ ജനത്തോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അറയിൽ കയറിക്കോ, ഒരു പകർച്ച സ്വർഗം അയക്കാൻ പോവാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ദൂത് ആവർത്തിക്കുന്നു, അറയിൽ കയറിക്കോ, ആമേൻ, വാതിലടച്ചോ, മുട്ടുകുത്തിക്കോ. നിന്റെ കണ്ണുനീരിന് മറുപടിയായി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിങ്ങളുടെ ഉപവാസത്തിന് മറുപടിയായി ഒരു പകർച്ച കർത്താവ് അയക്കാൻ പോവാ. ഇന്ന് പകൽ ഞാൻ വെളിപ്പാടിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വെളിപ്പാടിൽ കാണുന്നു, ജനത്തിന്റെ കടഭാരത്തിന്റെ മേൽ
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കരം തുറക്കുന്നത്, ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത്, കർത്താവിൻ്റെ കരം ചലിക്കുന്നത് ഞാൻ വെളിപ്പാടിൽ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കടഭാരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ, ഞെരുക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് ഇന്ന് പകൽ ഞാൻ വ്യക്തമായി കാണുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മെസ്സേജിലൂടെ ആരോടൊക്കെയോ സംസാരിക്കുന്നു. ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്ന്, പ്രാർത്ഥിപ്പാൻ അറയിൽ കയറുക. രണ്ട്, നീ അറയിൽ കയറിയാൽ ഒരു പകർച്ച സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പകർച്ച നടക്കും. വെച്ച പാത്രങ്ങൾ നിറയപ്പെടും, കടഭാരങ്ങൾ മാറും, ശൂന്യതകളുടെ മേൽ ദൈവം ഒരു പകർച്ച അയക്കും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മൂന്നാമത്തെ വചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. 2 സാമുവേൽ രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചാൽ, ഏലിശ ആമേ ശൂനേംകാരിയുടെ വീട്ടിൽ ചെന്നു. അവൾ ഭക്ഷണത്തിന് അഭിഷക്തനെ ക്ഷണിച്ചു. അഭിഷക്തൻ ശൂനേംകാരിയുടെ വീട്ടിൽ ചെന്നു. സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. ആമീൻ. ആ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബൈഹാട്ടാന്ന് എനിക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് തരുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചുണർത്തുകയാണ്. ഏലിശ ശൂനേംകാരിയുടെ വീട്ടിൽ ചെന്നു. ചുവരോട് ചേർന്ന് ഒരു റൂം പണിത് ഏലിശയ്ക്ക് കൊടുത്തു. ആ റൂമിനകത്ത് ഒരു കട്ടിലിട്ടു, ഒരു നിലവിളക്ക് വെച്ചു. എല്ലാ ക്രമീകരണങ്ങളും അഭിഷക്തന് വേണ്ടി ശൂനേംകാരി ചെയ്തു കൊടുത്തു. അപ്പം ഇത്ര താല്പര്യത്തോടെ ഏലിശയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ശൂനേംകാരി ചെയ്തപ്പോൾ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട് ഏലിശ പറഞ്ഞു, ഇത്ര താല്പര്യത്തോടെ ഇവൾ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തന്നല്ലോ, നമ്മൾ ഇവൾക്ക് വേണ്ടി എന്തോ ചെയ്തു കൊടുക്കേണ്ടത്, അവളെ വിളിക്കാൻ പറഞ്ഞു. ശൂനേംകാരിയെ വിളിച്ചു. ഏലിശ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ സഹോദരി, ഇത്ര താല്പര്യത്തോടെ നീ ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നു, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്നാ ചെയ്യണം? രാജാവിനോട് വല്ല റെക്കമെൻഡ് ചെയ്യണോ? ആ സഹോദരി പറയുക, എനിക്കൊരു കുഴപ്പവുമില്ല. പ്രൈസ് ദി ലോർഡ്. സ്വജനത്തിൻ്റെ നടുവിൽ ഞാൻ പാർക്കുകയാണ്. പക്ഷേ ഇവിടെ അലട്ടുന്നൊരു വേദനയുണ്ട്. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്ത വിഷയം. ഇവക്ക് തലമുറയില്ല. ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ്, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്ത വിഷയത്തിന് ഇന്നു പകൽ സ്വർഗം നിങ്ങൾക്ക് മറുപടി തരാൻ പോവുക. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നാളുകളായി പ്രാർത്ഥിച്ചു, പക്ഷേ ഒരു തലമുറയെ കിട്ടുന്നില്ല. അവളെ വല്ലാതെ ദുഃഖിപ്പിക്കുക, വേദനിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ തലമുറയില്ല. ഏലിശ ഒരു ദൂത് കൊടുത്തു, നിനക്കൊരു കുഞ്ഞുണ്ടാകും. അല്പം സംശയിച്ചെങ്കിലും ആ ദൂത് ഏറ്റെടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച കൃത്യസമയത്ത് ഇവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഒരിക്കൽ ഈ പൈതൽ വളർന്നപ്പോൾ അപ്പന്റെ അടുത്ത് വയലിപ്പോയി. തിരുവനന്തപുരത്തുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. വയലിൽ ചെന്നപ്പോൾ ആമീൻ അവിടെ വെച്ച് അവൻ നിലവിളിച്ചു, എൻ്റെ തല, എൻ്റെ തല, എൻ്റെ തല. ഉറക്കം നിലവിളിക്കുക, എൻ്റെ തല. ഉടനെ പിതാവ് പറഞ്ഞു, ഇവനെ എടുത്ത അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകുക. അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി. തിരുവചനത്തിൽ നാം വായിക്കുന്നു, അമ്മയുടെ മടിയിൽ ഉച്ചവരെ കിടന്നു ആ മകൻ മരിച്ചുപോയി. ഏലിശ ദൂത് പറഞ്ഞു കിട്ടിയ മകനാ മരിച്ചു കിടക്കുന്നത്. വാക്തത്വ മരിച്ചു കിടക്കുന്നത്. ഒരു ഭാഗത്ത് മരിച്ചു കിടക്കുന്നത് മകനാ. പക്ഷേ എൻ്റെ ആത്മീക ഭാഷയെ ഞാൻ പറയാം, ആ സഹോദരിയുടെ മടിയിൽ മരിച്ചു കിടക്കുന്നത് വാക്തത്വമാ. പ്രൈസ് ദി ലോർഡ്. വാക്തത്വമാ. നീ കേട്ട വാക്തത്വങ്ങൾ നിശ്ചലമായി കിടക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ കേട്ട വാക്തത്വങ്ങൾ നിശ്ചലമായി കിടക്കുകയാണെങ്കിൽ, മരിച്ചു കിടക്കുകയാണെങ്കിൽ, ഇന്നു പകൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അറയിൽ കിടക്ക്, വാതിലടയ്ക്ക്, മുട്ടുകുത്ത്, വാക്തത്വം ജീവിക്കാൻ പോവുക. ഈ കുഞ്ഞ് അവിടെ മടിയിൽ മരിച്ചു കിടക്കുക. അവൾ ഓടി, ഏലിശയുടെ അടുക്കിലേക്ക് ഓടി.
ഭർത്താവ് ചോദിക്കുന്നുണ്ട്, ഇത് അമാവാസ്യയല്ല, ഇന്ന് പൗർണമിയല്ല, പിന്നെ നീ എന്തിനാ ദൈവപുരുഷന്റെ അടുക്കൽ പോകുന്നത്? അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വേണ്ടതില്ല. അവൾ ഓടി ദൈവപുരുഷന്റെ അടുക്കൽ ചെന്നു, കാര്യം ബോധിപ്പിച്ചു. ആദ്യം ഗേഹസിയെ വിട്ടു. ഗേഹസി വന്ന് വടി വെച്ചിട്ടും ശാസിച്ചിട്ടും, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശാസിച്ചിട്ടും ഒന്നും ഈ കുഞ്ഞ് എഴുന്നേറ്റില്ല. ആമേൻ. ഏലിശ വന്നു. ഏലിശ വന്നപ്പോൾ കണ്ട കാഴ്ച, ആമേൻ, ഏലിശയ്ക്ക് വേണ്ടി ഈ ശൂനേങ്കാരി പണിത് കൊടുത്ത കട്ടിലേൽ ഈ കുഞ്ഞ് മരിച്ചു കിടക്കുക. ഒരിക്കൽ കൂടി ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ഈ ദൂത് കേൾക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിങ്ങളുടെ വാഗ്ദത്തം മരിച്ചു കിടക്കുകയാണെങ്കിൽ അറയിൽ കയറ്, വാതിലടയ്ക്ക്, മുട്ടുകുത്ത. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ സ്വർഗം ജീവിപ്പിക്കാൻ പോവുക. ഒരു ദൂത് ഞാൻ പറയാം. ഏതെങ്കിലും ഒരു കർത്താവിൻ്റെ ദാസൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ദൂതിന് മാറ്റം വരത്തില്ല. ഇന്ന് പകൽ എത്ര പേർ ആമീൻ പറയാൻ സാധിക്കും? ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് ആ ദൂതനായിട്ട് ആമീൻ പറ. നിങ്ങളോട് ദൂത് പറഞ്ഞ പ്രവാചകൻ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടാലും നിങ്ങൾ കേട്ട ദൂതിന് മാറ്റം വരത്തില്ല. ഏലിശ വീട്ടിൽ ചെന്നു. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവനും ബാലനും മാത്രമുള്ളപ്പോൾ, ആമേൻ, കഥകടച്ചു. ആ റൂമിന്റെ കഥകടച്ചു, ആ അറയുടെ കഥകടച്ചു. ഏലിശ അകത്ത് കയറി. എന്നിട്ട് ചെയ്തത് കേൾക്കണമോ? ആ ബാലന്റെ ശരീരത്തിൽ ഏലിശ കയറി കിടന്നു. 2 പ്രാവശ്യം കടന്നു. 2ാമത്തെ പ്രാവശ്യം ബാലൻ തുമ്മി, അവൻ ജീവൻ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മയുടെ കരത്തിൽ ആ കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ചു. അമ്മയുടെ കരത്തിൽ ആ കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ചു. ഇന്ന് പകൽ വാഗ്ദത്തം മരിച്ചു കിടക്കുകയാണെങ്കിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, അറയിൽ കയറുക, വാതിലടയ്ക്കുക, മുട്ടുകുത്തുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വാഗ്ദത്തം ജീവിക്കുന്ന പകലാണ്. നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നത് എനിക്കറിയാം. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന, ഒരുപക്ഷെ കുടുംബമായിട്ടായിരിക്കാം, അല്ല നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇന്നു പകൽ ഈ ദൂതിനായിട്ട് ഒന്നാമീൻ പറഞ്ഞ് ദൈവത്തെ അല്പസമയം ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ വാഗ്ദത്തങ്ങൾ ജീവിക്കും. ഞാൻ കേട്ടത് സംഭവിക്കും. ഞാൻ കേട്ടത് നടക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് അരുളി ചെയ്തത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെ നിർത്തി പരിശുദ്ധാത്മാവ് തരുന്നതുകൊണ്ട് ഒരു ദൂതോടെ പറയാം. വാഗ്ദത്തം നിറവേറുന്നിടം വരെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ജീവനോടെ ശേഷിപ്പിക്കും. ഒരിക്കൽ കൂടി ദൈവാത്മാവിൽ ആ ദൂത് ഞാൻ കൈമാറാം. വാഗ്ദത്തം നിറവേറുന്ന സമയം വരെ ഈ ഭൂമിയിൽ സ്വർഗം നമ്മളെ ജീവനോടെ പരിപാലിക്കും. കാലേബിന് 85 വയസ്സുണ്ട്. 85ാമത്തെ വയസ്സിൽ കാലേബ് പറയുക, എൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല, എൻ്റെ പവർ കുറഞ്ഞിട്ടില്ല, എൻ്റെ കൃപ ചോർന്നു പോയിട്ടില്ല. അനാക്യ മല്ലന്മാരോട് പടവെട്ടുവാനും വാളെടുക്കുവാനും പൊരുതുവാനും അന്നത്തെ പോലെ തന്നെ ശക്തി ഇന്നും എനിക്കുണ്ട്. എന്നിട്ട് കാലേബ് പറയുക, ഈ 85ാമത്തെ വയസ്സിലും സ്വർഗത്തിലെ ദൈവം എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഇനിയും ചില വാഗ്ദത്തങ്ങൾ നിറവേറാനുണ്ട്. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ഈ ദൂത് കേൾക്കുന്ന ജനത്തോട് പറയുക, പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. സമപ്രായക്കാർ മാറ്റപ്പെട്ടിട്ടും ഹല്ലേലൂയ, ഗ്ലോറി, എന്നെയും നിങ്ങളെയും ജീവനോടെ വെച്ചിരിക്കുന്നത് ഇനിയും ചില വാഗ്ദത്തങ്ങൾ നിറവേറാനുണ്ട്. ആ ദൂതിനായി ആമേൻ പറയാൻ പറ്റുന്നവർ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് അല്പസമയം ഒന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഷൂഡബന അതുര മനഘടക ജനത്തിന്റെ മേൽ ഒരു വിടുതൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങൾ ജനത്തിന്റെ മേൽ വെളിപ്പെടുന്നത് ഞാൻ വ്യക്തമായി കാണുന്നു. ചില രോഗികൾ സൗഖ്യമാകട്ടെ. നിരാശ മാറട്ടെ. ജനത്തെ അലട്ടുന്ന ടെൻഷൻ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കടഭാരങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ അറയിൽ കയറി വാതിൽ അടയ്ക്കുമ്പോൾ ഒരു പകർച്ച സ്വർഗം അയക്കും. പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ അറയിൽ കയറി
വാതിൽ അടയ്ക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ സ്വർഗം നിങ്ങൾക്ക് ജീവിപ്പിച്ചു തരും. ഈ ദൂതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 4, ഒരു ശുദ്ധീകരണത്തിനായി നാം അറയിൽ കടന്നേ പറ്റത്തുള്ളൂ. ഒരു ശുദ്ധീകരണം പ്രാപിപ്പാൻ അറയിൽ കടന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ കർത്താവ് വരാറായി. ലോക സംഭവങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. നാം കേൾക്കുന്നതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാർത്തയല്ല. ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നാം കേൾക്കുന്നത്, നാം കാണുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയാ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്നലകളിൽ കാണാത്തത് പലതും നാം കണ്ടുകൊണ്ടിരിക്കുക. ഇന്നലകളിൽ കേൾക്കാത്തത് പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവ് വരാറായി. നിങ്ങളുടെ തലകളെ ഉയർത്തുക, യേശു വരാറായി. ലോകരാജ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി ആൾക്കാർ പരക്കം പായുകയാണ്. ആര് ഭരിച്ചിട്ടും ആമേൻ ഇവിടെ ആർക്കും സമാധാനം കിട്ടുന്നില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ഇതൊക്കെ ഇറ്റുനോവിന്റെ ആരംഭമാണ്. നമ്മുടെ കർത്താവ് വരാറായി. ഒരു ശുദ്ധീകരണം പ്രാപിക്കുക. ഞാൻ എടുത്ത് വായിപ്പിക്കാം, എൻ്റെ മുമ്പിൽ സമയം അനുവദിക്കുന്നില്ല. അതോത് ഞാൻ പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഉസ്സാ ബലവാനായപ്പോൾ അവന്റെ ഉള്ളത്തിൽ അല്പ അഹങ്കാരം കയറി. അവൻ ധൂപം കാട്ടുവാൻ ആലയത്തിൽ ചെന്നു. പുരോഹിതന്മാര് മാത്രം ചെയ്യേണ്ട ശുശ്രൂഷ ഉസ്സാ കയറി ചെയ്യുക. പുരോഹിതന്മാർ ഇവനെ വിലക്കി. നോ ഉസ്സായെ, ധൂപം കാട്ടേണ്ടത് പുരോഹിതന്മാരാ. പക്ഷെ ഇവൻ സമ്മതിച്ചില്ല. ധൂപം കാട്ടാൻ മുതിർന്നപ്പോൾ ഇവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ഇവനെ ആലയത്തിൽ നിന്ന് ഉന്തിച്ചടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നേരവും ഉസ്സായുടെ മേൽ കൈവെക്കാൻ ആമേൻ പുരോഹിതന്മാർക്ക് പേടി. എന്നാ കാരണം? രാജാവല്ലേ. പക്ഷെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഇവനെ ആലയത്തിൽ നിന്ന് ഉന്തിച്ചാടിച്ച്, ആ അധ്യായം നിങ്ങൾ ഇന്ന് തന്നെ എടുത്ത് വായിച്ചോണം, ഒരു പ്രത്യേക സ്ഥലത്ത് ഇവനെ പാർപ്പിച്ചു. എന്തിനാ? ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി, ഒരു കഴുകലിന് വേണ്ടി, അവിടെ കിടന്ന് നിലവിളിക്കാൻ വേണ്ടി. ആമേൻ. രാജാവാന്നോർത്തില്ല. രാജാവാണെങ്കിലും ശുദ്ധീകരണത്തിനായി അറയിൽ കടന്നേ പറ്റത്തുള്ളൂ. ഉസ്സായെ പ്രത്യേക സ്ഥലത്ത് പാർപ്പിച്ചതായിട്ടാ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. പ്രിയരേ, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. അത് മിരിയാമിനും അഹരോനും ഇഷ്ടപ്പെട്ടില്ല. മിരിയാമും അഹരോനും മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തു. മോശയിലൂടെ മാത്രമല്ല ദൈവം അരുളി ചെയ്യുന്നത്, ഞങ്ങളിലൂടെയും അരുളി ചെയ്തിട്ടുണ്ട്. ഞങ്ങളിലൂടെയും അരുളി ചെയ്തിട്ടുണ്ട്. വേണ്ട ഒരു പെറുപെറുപ്പ്. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം. അഭിഷക്ത ദാസന്മാർക്കെതിരെ, കർത്താവിൻ്റെ ദാസന്മാർക്കെതിരെ പെറുപെറുക്കരുത്. ദൈവമാ അവരെ വിളിച്ചത്, പ്രൈസ് ദി ലോർഡ് എന്നുള്ള ബോധ്യം ദൈവജനത്തിന്റെ ഉള്ളത്തിലുണ്ടായിരിക്കണം. അപ്പൊ മോശയും അഹരോനും മിരിയാമും മോശയ്ക്കെതിരെ പെറുപെറുത്തതായിട്ട ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിങ്ങൾ 3 പേരും സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ വരണം. ദൈവം അവിടെ ഇറങ്ങി വന്നു. സംഭവിച്ചെന്തുവാ? മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി തീർന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, മോശ പ്രാർത്ഥിക്കുകയാണ്. മോശ എന്താ പ്രാർത്ഥിക്കുന്നത്? യഹോവേ, മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുക, യഹോവേ എൻ്റെ സഹോദരി മിരിയാമിനെ സൗഖ്യമാക്കണമേ. സ്വർഗം പറഞ്ഞു, നോ, നിന്റെ ഈ പ്രാർത്ഥന മാത്രം ഞാൻ കേൾക്കത്തില്ല. നീ മുമ്പ് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥന മാത്രം ഞാൻ കേൾക്കത്തില്ല. അവളെ മിരിയാമിനെ ഒരു പ്രത്യേക സ്ഥലത്ത് പാർപ്പിച്ചേ പറ്റത്തുള്ളൂ. മിരിയാമിനെ ഒരറയിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇന്ന് പകൽ രാജാവാണെങ്കിലും, മിരിയാമാണെങ്കിലും, മോശയാണെങ്കിലും, അഹരോനാണെങ്കിലും, ഞാനാണെങ്കിലും, നിങ്ങളാണെങ്കിലും കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ഒരു ശുദ്ധീകരണം പ്രാപിച്ചേ പറ്റത്തുള്ളൂ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെ നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല. വേഗത്തിൽ അടുത്ത ദൂതിലേക്ക് ഞാൻ പറട്ടെ. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കൊരിന്ത്യ സഭയോട്
യേശു ക്രിസ്തുവിൻ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട്, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ദൈവസഭയോട്, വിശുദ്ധിയോടെ കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന കൊരിന്തിലെ ദൈവമക്കളോട് പറയാ, ഈ വക വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ, യേശു വരാറായി. അതിനായി നമുക്കൊരുങ്ങാം. ഈ പ്രാർത്ഥനാ മാസം നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിക്കട്ടെ. ഒന്നുകൂടെ കർത്താവിനോട് അടുക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. ഒന്നുകൂടെ വചനം വായിക്കുവാൻ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ പൗർവിഷം നടത്തുന്ന ഈ പ്രാർത്ഥന മുഖാന്തരം ദൈവജനത്തിന് കർത്താവ് കൃപ ചെയ്യട്ടെ. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ നാം അറയിൽ കയറണം. പ്രാർത്ഥിക്കാൻ അറയിൽ കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പകർച്ച സംഭവിക്കും. പ്രാർത്ഥിക്കാൻ അറയിൽ കിടക്കുമ്പോൾ പകർച്ച മാത്രമല്ല, നിങ്ങൾ കേട്ട വാഗ്ദത്തം സ്വർഗം ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ അറയിൽ കിടക്കുമ്പോൾ ഒരു ശുദ്ധീകരണം സംഭവിക്കും. ഒരു ശുദ്ധീകരണം പേഴ്സണലായി നിങ്ങൾക്ക് ഒരു ശുദ്ധീകരണം സംഭവിക്കും. അഞ്ചാമത്തെ ദൂത്, ആമേൻ, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എൻ്റെ ജനമേ, വന്ന് നിങ്ങളുടെ അറയിൽ കടന്ന് വാതിലടയ്ക്ക. ഈ ക്രോധം ഒന്ന് കഴിഞ്ഞു പോകട്ടെ. അറയിൽ കടന്ന് വാതിലടയ്ക്ക. ഈ ക്രോധം ഒന്ന് കഴിഞ്ഞു പോകട്ടെ. ഇന്ന് പകൽ ദൈവാത്മാവിൽ ജനത്തോട് ദൂത് പറയുന്നു, അറയിൽ കയറുക, വാതിലടയ്ക്കുക. എൻ്റെ മെസ്സേജ് കേൾക്കുന്ന ഈ വ്യക്തികളോട്, ദൈവജനത്തോട് ദൈവാത്മാവ് ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. അറയിൽ കയറുക, വാതിലടയ്ക്കുക. ഈ അപകടം ഒന്ന് മാറിപ്പോകട്ടെ. ആ വിലാപം ഒന്ന് മാറിപ്പോകട്ടെ. ആ നിലവിളി ഒന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതികൂലം ഒന്ന് മാറിപ്പോകട്ടെ. അറയിൽ കയറാം, വാതിലടയ്ക്കാം. രക്തം പുരട്ടപ്പെട്ട ഒറ്റ ഭവനങ്ങളിൽ സംഹാരകൻ കടന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെട്ടു. എങ്ങനെ പ്രാർത്ഥിക്കണം? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആവശ്യം ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളെ തൊട്ട് സംസാരിക്കുന്നു. നിങ്ങളുടെ ആവശ്യം അറിയുന്ന ഒരു നല്ല പിതാവ്, ഒരു നല്ല അപ്പച്ചൻ, ഒരു നല്ല കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ശാരീരിക രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന, നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു നല്ല പിതാവ് നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിച്ച് അറയിൽ കയറുക. ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ അറയിൽ കയറുക. ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക, അറയിൽ കയറുക, കുടുംബമായിട്ട് അറയിൽ കയറുക, പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രാരംഭത്തിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ മകൾക്ക് അംഗവൈകല്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 21 പകലും രാത്രിയും അറയിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ 4ാമത്തെ മോൾ, അവൾക്ക് ഞങ്ങൾ ദബോര എന്ന് പേരിട്ടു. അവൾക്കിപ്പോൾ 20 വയസ്സുണ്ട്. ഹല്ലേലൂയ. +2 കഴിഞ്ഞ് അവൾ നീറ്റ് എഴുതുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? അറയിൽ കയറാം, വാതിലടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും എന്നോട് ചേർന്ന് ഒരു നിമിഷം നിങ്ങളും പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും അടച്ച് ഹല്ലേലൂയ ഒരുമിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ ദൈവജനത്തെ തൊട്ട് അങ്ങ് വിടുവിക്കണമേ. ആ കല്ലുകൾ ഉരുണ്ടു മാറട്ടെ, ആ നിരാശകൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ കടഭാരത്തിന് വേണ്ടി പുതുവഴികൾ തുറക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഒരു വഴി അടയുമ്പോൾ ഓർത്തോണം, അതിന് ശ്രേഷ്ഠമേറിയ ഒരു വഴി സ്വർഗം തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു ഉറവ പറ്റുമ്പോൾ ഓർത്തോണം, അതിലും ശ്രേഷ്ഠമേറിയ ഒരു ഉറവ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നു വെച്ചിട്ടുണ്ട്. വിശ്വാസമുണ്ടോ? എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഹല്ലേലൂയ അവിടുത്തെ മക്കൾക്ക് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ ആലോചന പവർ വിഷൻ ചാനലിലൂടെ അവിടെ ജനത്തിന്റെ കാതുകളിൽ സ്വർഗം എത്തിച്ചവനായി ഞങ്ങൾ നന്ദി പറയുന്നു. അറയിൽ കയറുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ അവിടുത്തെ ജനത്തിന് കൃപ കൊടുക്കണമേ. തലമുറയോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബ പ്രശ്നത്തിൽ കർത്താവേ ഹല്ലേലൂയ നീറുന്ന ജീവിതങ്ങളുണ്ട്. അങ്ങ് അവരെ കാണുന്നവനായി സ്തോത്രം. അടിയൻ വിശ്വാസത്തോടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതുവഴികൾ തുറന്നു വരട്ടെ, പുതുവഴികൾ തുറന്നു വരട്ടെ. കരയുന്ന ജീവിതങ്ങൾ കർത്താവേ കണ്ണുനീർ തുടയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ ദൂത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഹല്ലേലൂയ ജനത്തെ അപ്പാ, ഈ പവർ വിഷൻ ചാനലിനെ, പവർ വിഷന്റെ പ്രവർത്തനങ്ങളെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന, വിശ്രമമില്ലാതെ ഈ ആത്മീക ശുശ്രൂഷയുടെ പിൻപിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാർ അങ്ങ് ബലപ്പെടുത്തണമേ. അവരെല്ലാം അനുഗ്രഹിക്കുന്നു. ഈ സ്റ്റുഡിയോയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ വിഷയത്തിനും സ്വർഗം മറുപടി കൊടുത്താട്ടെ. എല്ലാ ദാനങ്ങൾക്കുമായി നന്ദി. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയപുത്രൻ എല്ലാത്തിലും മഹത്വം എടുത്താട്ടെ. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.